അപ്പോൾ തെറ്റ് തിരുത്തലല്ല പിണറായിസം, തെറ്റ് ആവർത്തിക്കലാണ് പിണറായിസം എന്നാണ് ഇപ്പോൾ തത്വത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഈ കാര്യത്തിൽ വളരെ സുവ്യക്തമായൊരു നിലപാട് സംസ്ഥാന സർക്കാരിന് വേണ്ടി നിയമമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലുള്ള റെമിഷനും അർഹതപ്പെട്ടവരല്ല, സംസ്ഥാന സർക്കാർ അത്തരത്തിൽ പരിഗണന നൽകിയിട്ടില്ല എന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമമന്ത്രി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ അടഞ്ഞ അധ്യായം. രണ്ട്, TP ഒരു തരത്തിലും കൊല്ലപ്പെടേണ്ട ആളായിരുന്നില്ല എന്ന നിലപാടാണ് എന്നെപ്പോലുള്ള ആളുകൾക്കുള്ളത്. TPയുടെ മരണം നിർഭാഗ്യകരമായിരുന്നു, അത് വേദനാജനകവുമാണ്, ഒരു സംശയമില്ല. അത് തുറന്നു പറയുന്നതിന് ഒരു മടിയും എന്നെപ്പോലുള്ള ആളുകൾക്കില്ല, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അതിലെ പ്രതികൾ ജനാധിപത്യത്തിന് നേരെ നടത്തിയിട്ടുള്ള കടുത്ത ആക്രമണമാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുള്ള ഒരു വിധിന്യായത്തിൽ അതിനപ്പുറം അതിന് മുകളിൽ പറന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആ പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് സംസ്ഥാന സർക്കാർ ചെയ്യാൻ തയ്യാറായാൽ അത് ഇടതുപക്ഷ മൂല്യ തകർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണമാവും. ഏതൊരു പ്രതികൾ കുറ്റവാളിക്കും ലഭിക്കേണ്ട അവർക്ക് ലഭിക്കുന്നതിന് ഒരു തടസ്സവും നിയമത്തിലില്ല. അവർക്ക് ലഭിക്കേണ്ടത് അവർക്ക് ലഭിച്ചേ മതിയാകൂ. അത് എല്ലാ കുറ്റവാളികളെ സംബന്ധിച്ചും ഒരേപോലെ തന്നെയാണ്. നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഫെബ്രുവരി 26 പ്രൊബേഷൻ ഓഫീസറിൽ നിന്നും അതുപോലെ ജയിൽ സൂപ്രണ്ടിൽ നിന്നും സൈക്കാട്രി എക്സ്പെർട്ടുകളിൽ നിന്നും ഈ പ്രതികളുടെ മാനസാന്തരത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് വാങ്ങിയിരുന്നു. ആ റിപ്പോർട്ട് സമഗ്ര പഠനത്തിന് ശേഷം മാത്രമാണ് ഫെബ്രുവരി 27 TP ചന്ദ്രശേഖരൻ വധത്തിന്റെ വിധിന്യായം പുറപ്പെടുവിക്കുന്നത്. അതിൽ വളരെ സുവ്യക്തമായി എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട്, അതിനപ്പുറം ഒരു തരത്തിലും സംസ്ഥാന സർക്കാരിന് മറികടക്കാനാവില്ല നിയമത്തെ. അങ്ങനെ മറികടക്കുന്നു എന്ന് നിങ്ങൾ വരുത്തി തീർക്കുന്നത് എല്ലാം നിയമത്തിനകത്ത് നിന്ന്, ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടാണല്ലോ ചെയ്യുന്നത്, അല്ലെ? എല്ലാം സുതാര്യമായിട്ടാണല്ലോ ഇവിടെ നടക്കുന്നത്. അഡ്വക്കേറ്റ് ആസ്ക, രഹസ്യമായി ഇക്കാര്യത്തിൽ ഒരു കാര്യം തീരുമാനമെടുക്കാൻ കഴിയുമോ? ഏതെങ്കിലും ജയിലിലെ ഒരു പ്രതിയെ ശിക്ഷ ഇളവ് ചെയ്ത് സംസ്ഥാന സർക്കാരിന് വിടാൻ CRPCയിലെ 232 പ്രകാരം പ്രിയപ്പെട്ട ഹസ്ക, TP ചന്ദ്രശേഖരനെ കൊന്നവരിൽ ഇപ്പൊ ശിക്ഷ അനുഭവിക്കുന്ന എത്ര പേർ ഇപ്പോൾ തടവറയ്ക്കകത്തുണ്ട്? താങ്കൾക്ക് പറയാൻ പറ്റുമോ? അഴിഞ്ഞാടുകയാണ് സാർ പുറത്ത്. ഇങ്ങനല്ല, നമുക്ക് എല്ലാ കേസിലെ ശിക്ഷാ പ്രതികളും സ്വാഭാവികമായി അവർക്ക് ലഭിക്കേണ്ട പരോൾ അനുകൂല്യങ്ങൾ ലഭിക്കുക തന്നെ വേണം. അതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്. മനുഷ്യാവകാശ പ്രശ്നങ്ങളെ മനുഷ്യാവകാശ പ്രശ്നമായി സമീപിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം പരോൾ കൊടുത്തു എന്ന് നിയമസഭയിൽ മറുപടി പറയേണ്ടത് ഈ ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനല്ലേ സാർ? ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ടാ ഈ കൊലയാളികൾക്ക് എത്ര ദിവസം പരോൾ കൊടുത്തു? ഇവർക്ക് ഈ പറഞ്ഞതുപോലെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള പരോളാണോ കൊടുത്തത്, അല്ലെങ്കിൽ അതിനപ്പുറം എന്തൊക്കെ ആനുകൂല്യങ്ങൾ കൊടുത്തു എന്ന് പറയാനുള്ള ആർജവം കൂടെ കാണിക്കണ്ടേ? എന്താ പതുങ്ങിയിരിക്കുന്നത്? അങ്ങനെയല്ല, അതിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിലെ പ്രതികൾ പല ജയിലുകളിലെ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കണ്ണൂരും വിയ്യൂർ അതിസുരക്ഷാ ജയിലിലും തവനൂരിലും ഒക്കെയായി വിവിധ ദിവസങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ ആരാഞ്ഞെടുക്കുന്നതിന്റെ കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് നിയമസഭയിൽ അതിന് മറുപടി പറയാൻ നൽകാതിരുന്നത്. നിയമം അനുശാസിക്കുന്ന 365 ദിവസം തടവ് അനുഭവിക്കുന്ന ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം 31% അവർക്ക് പരോൾ ലഭിക്കുന്ന സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെ റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടുമെന്ന് പറയുന്നു. പിന്നെ എന്താ സാർ ഇത് തിരുവനന്തപുരത്ത് നിയമസഭയ്ക്ക് അകത്തെത്താത്തത്? അടുത്ത നിയമസഭാ സമ്മേളനത്തിനുള്ളിൽ കൊടുക്കുമല്ലോ. ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കളക്ട് ചെയ്യുന്നതിനുള്ള ശ്രമം നടക്കുകയാണ് അവിടെ.